അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് സമീപം അതീവ സംരക്ഷണ മേഖലയിൽ ചട്ടം ലംഘിച്ച് മരം മുറിച്ചു. കണ്ണങ്കുഴിക്ക് സമീപം വർഷങ്ങൾ പഴക്കമുള്ള 9 മരങ്ങളാണ് മുറിച്ചു മാറ്റിയത്. ചട്ടം ലംഘിച്ചാണ് മരങ്ങൾ മുറിച്ചതെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ 24-ന് കിട്ടി. എന്നാൽ ചട്ടലംഘനം വനംവകുപ്പ് നിഷേധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവർ ആദ്യം കണ്ട് 19 മരത്തിന് അപേക്ഷ വെച്ചു. അപ്പോൾ ആദ്യം കണ്ട് 8 മരം മുറിച്ചു. ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റേജിൽ ഒരു 9 മരം ഇപ്പോൾ മുറിക്കണം. ഇനി ഇത് കഴിഞ്ഞിട്ട് തേർഡ് സ്റ്റേജ് ഈ പറഞ്ഞമാതിരി ഒരു 8 മരം ബാലൻസ് മരം മുറിക്കുന്ന പറഞ്ഞത്. അതുമാത്രമല്ല, ഞങ്ങൾ ഇതിൻ്റെ ഡെപ്യൂട്ടിയോട് ചോദിച്ചു, അത് ഒരുമിച്ച് മുറിക്കാനുള്ള അപേക്ഷ ഒന്നിപ്പോൾ എന്ത് സ്വീകരിക്കാമെന്ന് വെച്ച് പറഞ്ഞു. അത് വനം സംരക്ഷിക്കാൻ വേണ്ടി ചെയ്തതെന്ന് പറഞ്ഞു. ഏത് ഒരുമിച്ച് അപേക്ഷ 15 അപേക്ഷ വെച്ചപ്പോൾ ഒരുമിച്ച് മുറിക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചപ്പോഴാണ് ഇവർ പറഞ്ഞത് അങ്ങനെ മുറിക്കാൻ പറ്റില്ല, വനം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ 8 മരം ആദ്യം മുറിച്ചത്, പിന്നെ 9 മരം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വനസംരക്ഷണം, അപ്പോൾ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വനസംരക്ഷണമാണെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ഉത്തരമില്ല. എന്നാൽ ഡിസ്പെൻസറി തുടങ്ങുന്നതിന് നിർമ്മാണ പ്രവൃത്തികൾക്കോ അനുമതി വാങ്ങിയിട്ടില്ലെന്ന് പഞ്ചായത്ത് വ്യക്തമാക്കുന്നു. ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഒരു വ്യക്തി എന്നെ വിളിച്ച് ഫോൺ മുഖേന പ്രസിഡന്റ് ഇങ്ങനെ ഒരു കണ്ണങ്കുഴി ഭാഗത്ത് ഇങ്ങനെ ബിൽഡിംഗ് പെർമിറ്റ് അനുവദിച്ചിട്ടുണ്ടോ, അവരെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ആയുർവേദ ഹോസ്പിറ്റൽ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാൻ ഉടൻ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറിനെ ഭരണ ഉദ്യോഗസ്ഥനെ ഞാൻ വിളിച്ച് അന്വേഷിച്ചു. അപ്പോൾ അന്വേഷിച്ചതിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു അനുമതി പെർമിറ്റ് ഗ്രാമപഞ്ചായത്ത് ആർക്കും തന്നെ കൊടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ ഭരണസമിതിയുടെ കാലഘട്ടത്തിലും നമ്മുടെ അറിവിൽ അങ്ങനെ ആർക്കും തന്നെ കൊടുത്തിട്ടില്ല. പക്ഷേ ചട്ടപ്രകാരമാണ് മരം മുറിച്ചു മാറ്റിയതെന്ന് വനംവകുപ്പിൻ്റെ വിശദീകരണം വന്നിട്ടുണ്ട്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്നും ചേരും വിവരങ്ങൾ. സൂരജ് പറയും. എസ്കെൻ, അതീവ ജൈവവൈവിധ്യങ്ങളുള്ള അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് തൊട്ട് താഴെയാണ് ഇപ്പോൾ ഈ 9 മരങ്ങൾ മുറിച്ചു മാറ്റിയിരിക്കുന്നത്. അത് വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളാണ് ഈ ചട്ടം ലംഘിച്ച് മുറിച്ചു മാറ്റിയിരിക്കുന്നത്. എല്ലേ പട്ടയത്തിൽപ്പെട്ട സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയാണ്. ഇവിടെ നിന്ന് മരങ്ങൾ മുറിച്ചു മാറ്റണമെങ്കിൽ അതിൽ നിരവധി നടപടിക്രമങ്ങളുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ തന്നെ ചെയ്ത ഒരു വാർത്തയുണ്ട്. ഈ നടത്തറ സ്വദേശിയായിട്ടുള്ള രജിത എന്ന് പറയുന്ന വീട്ടമ്മ ലൈഫ് പദ്ധതി പ്രകാരം 4 സെന്റ് ഭൂമി വാങ്ങി. അവിടെ ഈ ലൈഫ് പദ്ധതി പ്രകാരം വീട് വയ്ക്കുന്നതിനായി അവിടെ ഉണ്ടായിരുന്ന 2 തേക്ക് മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി അവർ 2 വർഷത്തിലധികമാണ് ഈ പല വനംവകുപ്പ് ഓഫീസിലും സർക്കാർ ഓഫീസുകളിലും കയറി ഇറങ്ങിയത്. തുടർന്ന് 24 ഇടപെടുന്നു, വാർത്ത കൊടുക്കുന്നു. അതിനുശേഷം വനമന്ത്രി ഇടപെട്ടിട്ടും അവർക്ക് ആ മരം മുറിച്ചു മാറ്റുന്നതിന് പിന്നീടും എടുത്തു 1.5 മാസം എന്നുള്ളതാണ്. അങ്ങനെ ഒരു നാട്ടിലാണ് ഈ നൽകിയ അപേക്ഷയുടെ പേരിൽ 17 മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപേക്ഷ നൽകുന്നു. ആ അപേക്ഷയിന്മേൽ 9 മരങ്ങൾ മുറിച്ചു മാറ്റുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വനംവകുപ്പിനോട് നമ്മൾ വിശദീകരണം തേടിയിരുന്നു. അവർ പറയുന്നത് ഇതെല്ലാം ചട്ടപ്രകാരമാണ്, സർക്കാരിലേക്ക് ഇതിൻ്റെ തുക അടച്ചിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അനുവദിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതൊരു ആശുപത്രി ഡിസ്പെൻസറിക്ക് വേണ്ടിയാണ് ഇവരൊരു അപേക്ഷ സമർപ്പിച്ചത്. അതിൻ്റെ പുറത്ത് അനുവാദം നൽകി എന്നുള്ളതാണ് വനംവകുപ്പ് വിശദീകരിക്കുന്നത്. പക്ഷേ നമ്മളുടെ അന്വേഷണത്തിൽ, അതായത് അതിരപ്പള്ളി പഞ്ചായത്തിലെത്തി നമ്മൾ നേരിട്ട് വിവരങ്ങൾ അന്വേഷിച്ചു. പക്ഷേ അതിരപ്പള്ളി പഞ്ചായത്ത് അടിവരയിട്ട് പറയുന്നു അവിടെ ഒരു ആശുപത്രിയോ ഡിസ്പെൻസറിയോ തുടങ്ങുന്നതിന് ഒരു തരത്തിലുള്ള അപേക്ഷയും അതിരപ്പള്ളി പഞ്ചായത്തിൽ ലഭിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ലഭിക്കാത്ത അതായത് ഒരു നിർമ്മാണ പ്രവൃത്തിക്ക് അനുമതി കൊടുക്കാതെ എങ്ങനെ ഇത്തരത്തിൽ ഈ മരങ്ങൾ മുറിക്കുന്നതിന് വനംവകുപ്പ് അനുമതി നൽകി എന്നിടത്താണ് ഇതിൻ്റെ ചട്ടലംഘനം ഒളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൃത്യമായ ചട്ടലംഘനം ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രദേശവാസികളടക്കം ഇതിനോടകം പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെയും ഈ ഭൂമിയിൽ നിന്ന് മരങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. അതായത് ഘട്ടം ഘട്ടമായി ഇവിടെ നിന്ന് ഈ മരങ്ങൾ മുറിച്ചു മാറ്റിയ ശേഷം ഈ ഭൂമി പ്ലോട്ടായി തിരിച്ച് വിൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടക്കുന്നതെന്നുള്ളതാണ് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായത്. എന്തായാലും അതിരപ്പള്ളി പോലൊരു അതീവ സംരക്ഷിത മേഖലയിൽ നിന്നാണ് ഇപ്പോൾ ഈ വനംവകുപ്പിന്റെ ഒത്താശയോടുകൂടി സ്വകാര്യ വ്യക്തി മരങ്ങൾ മുറിച്ചു മാറ്റിയിരിക്കുന്ന സ്കെയിൻ. ഓക്കെ, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ആരിഫ് പറയുന്നു, അപകടകരമായ റീൽ ചിത്രീകരണം തുറക്കഥയാകുമ്പോൾ പരിഹാരം എവിടെയാണെന്ന ചോദ്യങ്ങൾ മാത്രം ബാക്കിയാകുന്നു. ഇൻസ്റ്റയിലും യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയയിലും കാണുന്ന വീഡിയോകളും ജീവിതങ്ങളും നമ്മളതിൻ്റെ അഡിക്റ്റ് ആകരുതെന്നുകൂടി ആരിഫ് പറയുന്നു.